നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന കണ്ടെത്തൽ. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് മഹേഷ്, വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവരാണ് അനധികൃതമായി മെമ്മറി കാർഡ് പരിശോധിച്ചത്. അതേസമയം കുറ്റക്കാരെ സംരക്ഷിച്ചുള്ള വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി. 2018 ജനുവരി 9 രാത്രിയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, 2018 ഡിസംബർ 13 ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് മഹേഷ്, 2021 ജൂലൈ 19 വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവരാണ് നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്നു പരിശോധിച്ചത്. അങ്കമാലി മജിസ്ട്രേറ്റ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിലാണ് സൂക്ഷിച്ചതെന്നും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടാമത് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നാണ് ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് മഹേഷ് മൊഴി. വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീനാണ് മെമ്മറി കാർഡ് അവസാനമായി വിവോ ഫോണിലിട്ട് പരിശോധിച്ചത്. എന്നാൽ വിവോ ഫോൺ 2022 ഒരു യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടുവെന്നാണ് താജുദ്ദീന്റെ മൊഴി. അനധികൃത പരിശോധനകളെ കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ച ഫോണുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നും കുറ്റാരോപിതരെ സംരക്ഷിക്കുന്നതാണ് ഹണിയം വർഗീസിന്റെ റിപ്പോർട്ടെന്നും ചൂണ്ടിക്കാട്ടി അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. പരാതിക്കാരിയായ തന്റെ ഭാഗം കേൾക്കണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടു. കൂടാതെ അന്വേഷണത്തിന് പോലീസിന്റെ സഹായം തേടിയില്ല. അതിനാൽ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും അതിജീവിത ആവശ്യപ്പെടുന്നു. IG റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കോടതി നിരീക്ഷണത്തോടെ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ മറ്റൊരാവശ്യം. ഹർജി ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിച്ചേക്കും. ജനം, കൊച്ചി.